നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ജർമ്മനി കേൾക്കുമ്പോഴേ ഇപ്പോൾ കളിത ഭാഷയാണ്. 2014 വേൾഡ് കപ്പിൽ കിരീടം ചൂടിന് ശേഷം എന്താണ് ആ ടീമിൻ്റെ അവസ്ഥ? ഒന്നുമില്ല, പച്ചവെള്ളമില്ല. 2018 വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പൊട്ടി പുറത്തായി. 2022 അവർ മൂക്ക് പൊത്തി വന്നിട്ട് കണ്ണ് പൊത്തി പോകേണ്ട ഒരവസ്ഥ, അവിടെയും ഗ്രൂപ്പ് സ്റ്റേജിൽ പോയി. ഇപ്പോൾ ഇവിടെ ഇതാ പരാഗ്വയോട് തോറ്റിട്ട് പുറത്താവുന്നു ഷൂട്ടൗട്ടിൽ. അതിന് മുമ്പ് മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ ടീമായ ഇക്വഡോറിനോട് ഗ്രൂപ്പ് സ്റ്റേജ് പൊട്ടിയിരുന്നു. ഗ്യാരി ലിനേക്കറൊക്കെ പറഞ്ഞില്ലേ, ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വീക്ക് ടീമാണിത് എന്ന്. അപ്പോൾ അതിനിപ്പം പല ആളുകളും പലതരത്തിലൊക്കെ പറയും. കാരണം 2014 ശേഷം ജർമ്മനിക്ക് എന്തെങ്കിലും കപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കോൺഫെഡറേഷൻ കപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. കോൺഫെഡറേഷൻ കപ്പ് ഏത് 5 ടീമുകൾ മാത്രം കളിച്ചിരുന്ന, അതിന് വലിയ റിലവൻസ് ഒന്നും ഇല്ലാന്നുകൊണ്ട് കണ്ടുകൊണ്ട് ഫിഫ തന്നെ ഒഴിവാക്കിയ കപ്പിൻ്റെ ആ കണക്കും പിടിച്ച് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വരും. അല്ലാതെ ഒന്നുമില്ല ജർമ്മനി ടീമിൻ്റെ ഒരു അവസ്ഥ. 2014 കപ്പടിച്ചു, പിന്നെ ഫുൾ താഴേക്ക്. യൂറോ കപ്പിലും ഇല്ല, ഒന്നിലുമില്ല. ഇപ്പം എവിടെ ഇല്ല. 2014 ശേഷം ഒരിക്കൽ പോലും അവർ പ്രീ ക്വാർട്ടർ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പലരും ഇതൊന്നും അങ്ങനെ കാണാറില്ല. ബ്രസീൽ താഴേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഇറ്റലി വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ജർമ്മനി ക്വാളിഫൈ, ഗ്രൂപ്പ് പോവും, പ്രീ ക്വാർട്ടർ ഇല്ല. ഇതാണ് അവസ്ഥ. ഏതായാലും ഷൂട്ടൗട്ടിൽ ജർമ്മനി ഇതുവരെ ചരിത്രത്തിൽ 4 പെനാൽറ്റികളാണ് മിസ് ചെയ്തിട്ടുള്ളത്. 1982 ഫ്രാൻസിനെതിരെ. അതിനുശേഷം ഇതാ പരാഗ്വയ്ക്കെതിരെ ഇതിൽ 3 പെനാൽറ്റികളാണ് വലയിലേക്ക് എത്തിക്കാൻ പറ്റാതെ ജർമ്മനി മടങ്ങുന്നത്. അതുപോലെ തന്നെ ജർമ്മനിയുടെ പെനാൽറ്റി ഷൂട്ടൗട്ട് ചരിത്രത്തിലെ ആദ്യത്തെ തോൽവിയാണ്. 1982 സെമി ഫൈനലിൽ വെസ്റ്റ് ജർമ്മനി ഫ്രാൻസിനെ 5-4 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടുത്തിയിരുന്നു. 1986 ക്വാർട്ടർ ഫൈനലിൽ വെസ്റ്റ് ജർമ്മനി മെക്സിക്കോയെ 4-1 തോൽപ്പിച്ചിരുന്നു. 1990 സെമി ഫൈനലിൽ വെസ്റ്റ് ജർമ്മനി ഇംഗ്ലണ്ടിനെ 4-3 തോൽപ്പിച്ചിരുന്നു. 2006 ക്വാർട്ടർ ഫൈനലിൽ ജർമ്മനി അർജന്റീനയെ 4-2 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചിരുന്നു. ഇതാ 2026 പണി കൊടുത്തിരിക്കുന്നു. 4-3 അവർക്ക് പണി കൊടുത്തിരിക്കുന്നു പരാഗ്വയ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ന്യായീകരിക്കാൻ കുറേ ആളുകൾ അപ്പോൾ വരും, കമൻറ്റ് ബോക്സിൽ വരാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽപ്പുണ്ട്. പക്ഷേ കിമ്മിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഇത്തവണ ഈ വേൾഡ് കപ്പിൽ മുന്നോട്ട് പോക്ക് അർഹിച്ചിരുന്നില്ല എന്ന്. അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ അതിലും ചില വാക്കുകൾ കിമ്മിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് പറയാതെ ഇതാ പൊട്ടി പുറത്തായി. വീഡിയോസ് ആയിരിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.